ഹലോ ഗായ്സ്, നമസ്കാരം. ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മളൊരു ബർഗറില്ലേ, ചിക്കൻ ബർഗറിൻ്റെ ഒരു സ്പെഷ്യൽ സാധനമായിട്ടാണ്. ചിക്കൻ ബർഗർ എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും തോന്നുന്നത് നമ്മളെപ്പോഴും ബർഗറായിട്ട് ബന്നിൽ വെച്ചിട്ട് കഴിക്കുന്നതല്ലേ. പക്ഷേ ഞാനൊന്ന് വേറൊരു വെറൈറ്റി ചെയ്യാൻ പോവുകയാണ്. ഞാൻ അതിന് സാദിയയുടെ നല്ല ഡബിൾ ബർഗറാണ് മേടിച്ചിരിക്കുന്നത്. അപ്പം നമുക്കതൊന്ന് ചിക്കൻ ക്യാപ്സിക്കം റോസ്റ്റ് അങ്ങനെ നമുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം എല്ലാവരും ഇത് കാണണം, ചെയ്യണം. കാരണം വേറെ ആരും മീഡിയയിലൊന്നും ഞാൻ ഇതുവരെ ഇത് ഉണ്ടാക്കി കണ്ടിട്ടില്ല. എനിക്കറിയില്ല വല്ലവരും ഉണ്ടാക്കിയുണ്ട്. അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അല്ല ഉണ്ടാക്കിയവരാണെങ്കിൽ കുഴപ്പമില്ല, വിട്ടേക്ക്. ഓക്കെ, അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. കണ്ട ബർഗർ ഉണ്ടോ, ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട്. ബർഗർ 5 വറുത്തിട്ടുണ്ട്. കണ്ടോ, 5 ബർഗർ നോക്കിക്കേ, ഒരു 10 ബർഗറിൻ്റെ വലിപ്പമുണ്ട്. നോക്കിക്കേ, അൽസാദിയയുടെ ഡബിൾ ബർഗറാണ് ഞാൻ മേടിച്ചത്, സ്പെഷ്യലായിട്ടുള്ളത് കേട്ടോ. ഇത് ഞാൻ നല്ലപോലെ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. അങ്ങനെ നമ്മുടെ ബർഗറെല്ലാം ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നോക്കിക്കേ, ഈ ഒരു രീതിയിലാണ് ഞാൻ അരിഞ്ഞേക്കുന്നത്. ഇതെല്ലാം കണ്ടോ, ഇപ്പോൾ പീസ് കണ്ടോ, ഇങ്ങനത്തെ പീസുകൾ അരിഞ്ഞ് വെച്ചേക്കുന്നത്. നോക്കിക്കേ, കണ്ടോ, കുറച്ച് കാണുമ്പോൾ കുറച്ച് കൂടുതലുണ്ടാവും കേട്ടോ. കാരണം ഞാൻ എന്ത് ചെയ്താലും ഇച്ചിരി കൂടുതലുണ്ടാക്കും. എനിക്കിവിടെ ആളുകളുണ്ട് കഴിക്കാനേ, ആങ്ങളമാർ, അവിടെ മക്കളൊക്കെ ഉണ്ട്, പിന്നെ ഞങ്ങളുടെ ലിജോ മോളുണ്ട്. അവർക്കൊക്കെ ചിക്കൻ ഭയങ്കര ഇഷ്ടം. അപ്പോൾ എന്തുണ്ടാക്കിയാലും ഇച്ചിരി കൂടുതലുണ്ടാക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ. അടുത്ത നമുക്ക് ആവശ്യം ക്യാപ്സിക്കമാണ്. കണ്ടോ, ക്യാപ്സിക്കം റെഡും മഞ്ഞയുണ്ട്, ഗ്രീനുണ്ട്, 3 കളർ ക്യാപ്സിക്കമാണ്. ക്യാപ്സിക്കമാണ് ഇതിൻ്റെ ഹൈലൈറ്റ് കേട്ടോ. ഇനി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് വെച്ചാൽ സവാള ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. സവാള അരിഞ്ഞേക്കുന്ന രീതി കണ്ടോ, നോക്കിക്ക് എങ്ങനെയാണെന്ന്. കണ്ടോ, സവാള എങ്ങനെ അരിഞ്ഞിരിക്കുന്നത്. ഓരോ ഇതളായിട്ട് ഞാൻ വട്ടത്തിൽ അരിഞ്ഞിട്ട് ഓരോ ഇതളായിട്ട് ഇങ്ങനെ മാറ്റി വെച്ചേക്കുക. കണ്ടോ, നോക്കിക്കേ, ഓരോ ഇതളായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട്. കുറേ സമയം പിടിക്കും കേട്ടോ, പണി കുറച്ച് കൂടുതലാണ്. പക്ഷേ അതിങ്ങനെ നമ്മളിങ്ങനെ ചെയ്ത് വെക്കുമ്പോൾ നല്ല ഭംഗിയല്ലേ, നല്ല സൗന്ദര്യമല്ലേ കാണാൻ. അതുകൊണ്ട് അങ്ങനെ എടുത്ത് വെച്ചതാണ്. അടുത്ത നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ വെളുത്തുള്ളി. കണ്ടോ, വെളുത്തുള്ളി ഞാൻ അരിഞ്ഞ് വെച്ചേക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയത്, ഒരു സൈഡിലോട്ട് ചരിച്ചരിഞ്ഞ് വെച്ചേക്കുക കേട്ടോ വെളുത്തുള്ളി. ഇനി നമുക്ക് അടുത്തത് ഇച്ചിരി ഇഞ്ചി ഞാൻ ചതച്ച് വെച്ചേക്കുക കേട്ടോ. ഇഞ്ചി എടുത്തിരിക്കുന്നത്. പിന്നെ ഇച്ചിരി നാരങ്ങാനീര് വേണം, 1 സ്പൂൺ നാരങ്ങാനീരുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇച്ചിരി ഉള്ളിയും കറിവേപ്പിലയും കൂടെ നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ലാസ്റ്റ് ഒന്ന് പൊടിച്ചങ്ങിട്ട് കൊടുക്കാം, അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇത്രയും സാധനങ്ങൾ നമുക്ക് വേണ്ടുന്നത്. ഞാൻ പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഉണ്ടാക്കുന്ന വിധം കണ്ടാലോ എങ്ങനെയാണെന്ന്. എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ ഒരു 4-5 ഏലക്കായും ഇച്ചിരി പട്ടയം ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒന്ന് മൂക്കാനായിട്ട്. അത് നല്ല ചൂടായ എണ്ണയിലിട്ട് നല്ല മൂത്ത് വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ കൂടെ വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നല്ലപോലെ. അത് നമുക്ക് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തേക്കാം. എല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയും നല്ലപോലെ വാടിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് സവാള അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ അരിഞ്ഞ് വെച്ച സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്ക് ഈ റോസ്റ്റിന് ഒരു ശകലം ഓയിൽ കൂടുതൽ വേണ്ടി വരും. കാര്യം എന്താ പറയുക, നമുക്ക് നമ്മുടെ ക്യാപ്സിക്കയിൽ നല്ലപോലെ വാടി വരണ്ടേ, അതുകൊണ്ട് ഇച്ചിരി ഓയിൽ നമുക്ക് അധികം വേണ്ടി വരും. ശകലം, സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ഏത് ഭക്ഷണത്തിനേക്കായി ശകലം ഓയിൽ അധികം വേണ്ടി വരും. ഇതെല്ലാം നല്ലപോലെ വഴന്ന് വരുന്നിട്ടുണ്ട് കേട്ടോ. നോക്കിക്കുക, ഉള്ളിയെല്ലാം നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ടൊരു മാഗിയുടെ ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇതാണ് ഒരു മാഗിയുടെ ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ സവാള എല്ലാം നല്ലപോലെ ഒന്ന് വഴന്ന് വരുന്നുണ്ട് കേട്ടോ. നോക്കിക്കുക, സവാള കിടക്കുന്ന ഭംഗിയുണ്ടാ, എന്ത് രസമാണെന്ന് നോക്കിക്കുക. സവാള ഉണ്ടാ ഒന്ന് തൊടാതെ കിടക്കുന്നുണ്ട്, നല്ല രസമല്ലേ. നമുക്ക് കഴിക്കാൻ ടേസ്റ്റ് മാത്രം പോരല്ലോ, അത് കാണാനുള്ളൊരു ഭംഗിയും കൂടെ വേണ്ടേ. അതിനാണ് ഞാൻ ഇങ്ങനെയൊക്കെ അരിഞ്ഞ് വെക്കുന്നത് കേട്ടോ. അല്ലാതെ ടേസ്റ്റ് കൂടാൻ നമ്മൾ അരിഞ്ഞിട്ട് കാര്യമില്ലേ, ടേസ്റ്റ് കൂടാൻ ഉണ്ടാക്കുന്ന സാധനത്തിൻ്റെ ടേസ്റ്റ് അല്ലേ വേണ്ടത്. ഇത് നമുക്ക് കാണാനൊരു ഭംഗിക്ക് വേണ്ടി കൂടാം കേട്ടോ. നമുക്കിനി ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ഉപ്പിട്ടില്ലായിരുന്നല്ലോ, കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ബർഗറിന് നല്ല ഉപ്പുള്ളതല്ലേ. ഉപ്പിട്ട് കൊടുത്ത് ഇനി ഒന്നും കൂടെ ഇച്ചിരി നേരം കൂടെ വഴണ്ട് വരട്ടെ കേട്ടോ.
ഞാനില്ലേ നമ്മുടെ ഗ്രീൻ പീസേ മുറിച്ച് വെച്ചത് ഇട്ട് കൊടുത്തു. പക്ഷെ അത് ഇട്ടപ്പോൾ എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. ഞാൻ വീഡിയോ തന്നെത്താനെ പിടിക്കുന്നതുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് ഫോണങ്ങ് താഴെ വീണ് പോയി. അതുകൊണ്ടാണ് കാണിക്കാൻ പറ്റാഞ്ഞ കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഗ്രീൻ പീസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയിട്ട് നമ്മുടെ ഗ്രീൻ പീസും പച്ചമുളകും എല്ലാം കൂടെ ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിനകത്തോട്ട് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം നമുക്ക് ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം എന്താ നല്ല കളർഫുള്ളല്ലേ, എന്ത് നല്ല രസമുള്ള കളറാണ് അല്ലേ, 3 കളർ. ഇപ്പം എനിക്ക് ഈ ഒരു റെസിപ്പി എവിടെ നിന്ന് കിട്ടിയെന്നറിയാം. എനിക്കൊരു പഴയ ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു. ഇപ്പം അവളില്ല, പക്ഷേ അന്ന് അവളൊരു ഉദ്യോഗസ്ഥയായിരുന്നു, നമ്മുടെ എക്കണോമിക്കൽ ഉദ്യോഗസ്ഥയായിരുന്നു. എൻ്റെ ഫ്രണ്ടുമായിരുന്നു, എൻ്റെ കസ്റ്റമറും കൂടെ ആയിരുന്നു. അപ്പം അന്നൊരു ദിവസം എന്നെയും ചേട്ടനും കൂടെ ഫുഡ് കഴിക്കാൻ ക്ഷണിച്ചായിരുന്നു അവരുടെ വീട്ടിലേക്ക് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളവിടെ ചെന്നപ്പം ഈ ബർഗർ കൊണ്ട് റോസ്റ്റ് ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങൾക്കന്ന് ബട്ടർ നാനുമായിട്ട് തന്നത്. അന്നത്തെ ഫുഡ് അതായിരുന്നു ഞങ്ങൾക്ക് കേട്ടോ. അപ്പം ഞാൻ അവളോട് ചോദിച്ചറിഞ്ഞു അതിൻ്റെ ടേസ്റ്റ് കൊണ്ട് ഇതാ സംഭവം. അപ്പോൾ പറഞ്ഞ് എരിവൊന്നും ഇല്ലായിരുന്നു, അവരുണ്ടാക്കിയപ്പോൾ എരിവൊന്നുമില്ല. പക്ഷെ നമുക്ക് എരിവില്ലാതെ മലയാളീസിന് കഴിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അന്ന് ഞാൻ ചോദിച്ചറിഞ്ഞ് വെച്ച സാധനം ഇപ്പം ഞാനൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എൻ്റെ മനസ്സിലുള്ള കാര്യം നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇന്നൊന്ന് ഉണ്ടാക്കി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഒരു സ്പെഷ്യൽ ഡിഷാണേ, ഉറപ്പായിട്ടും നല്ല സ്പെഷ്യൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇട്ടുകൊണ്ട സാധനങ്ങളെല്ലാം നല്ലപോലെ വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇതൊന്നും വേകാൻ പാടില്ല കേട്ടോ. കണ്ടില്ലേ, ഇതെങ്ങനെ തന്നെ കിടക്കണം കണ്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും തീ കുറച്ച് വെച്ച് വേവിക്കാൻ പാടില്ല. അപ്പം ഈ സാധനങ്ങൾ അവിഞ്ഞു പോകും കേട്ടോ. അതുകൊണ്ട് ഫുൾ തീ ഇട്ട് തന്നെ വേവിക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ അരിയെല്ലാം കളഞ്ഞ് വെച്ചേക്കുന്ന തക്കാളി ഉണ്ടോ, അതൊന്ന് ഇട്ട് കൊടുക്കാം. അങ്ങോട്ട് ചേർത്ത് നമുക്കൊന്ന് ഇളക്കി നോക്കാം. കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ. ഈ കാണാനുള്ള ഭംഗി തന്നെ അത് കഴിക്കാനും ഉണ്ട് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. കാരണം ഞാൻ ഇത്ര നല്ലൊരു ഈ പറയുന്നത് എന്താണെന്നറിയോ, ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങളൊന്ന് അറിയണം, അതുകൊണ്ട് പറയുക കേട്ടോ. പിന്നെ ഞാൻ ഇതുവരെ ഇതാരും ഉണ്ടാക്കിയിട്ട് ഞാൻ മീഡിയയിലൊന്നും സോഷ്യൽ മീഡിയയിലൊന്നും കണ്ടിട്ടില്ല. ഇനി പലർക്കും ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. എന്തായാലും ഉണ്ടാക്കിയില്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി കഴിക്കണം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം എനിക്ക് കേട്ടോ. കൊള്ളാമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അത്രയും ടേസ്റ്റാണ് കേട്ടോ. മസാല ഞാൻ ഇട്ട് വെച്ചേക്കുന്നുണ്ടോ, ഇച്ചിരി മഞ്ഞൾപ്പൊടിയുണ്ട്, മുളക് പൊടിയുണ്ട്, ഗരം മസാലയുണ്ട്, പെരിഞ്ജീരകമുണ്ട്, കുരുമുളക് പൊടിയുണ്ട്. ഇത്രയും സാധനമുള്ളൂ. ഇതിന് വലിയ എരിവൊന്നും വരത്തില്ല കേട്ടോ. എല്ലാം ഇച്ചിരി മാത്രമേ എടുത്തിട്ടുള്ളൂ, ഓരോ സ്പൂൺ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇത് നമ്മുടെ മസാലയൊന്നും ഇട്ട് കൊടുക്കാം. അതിനകത്തോട്ട് മസാലയൊന്നും ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് മാത്രം മസാല മതി കണ്ടോ. എല്ലാം കൂടി ഇട്ട് കൊടുത്ത് ഞാനൊന്ന് ഇളക്കി നോക്കട്ടെ. അതിൻ്റെ കളർ നോക്കണേ. വലിയ കളറൊന്നുമില്ല ഇതിന്. ആ ക്യാപ്സിക്കത്തിൻ്റെയും തക്കാളിയുടെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു കളർ മാത്രമേ ഉള്ളൂ കണ്ടോ. ഒത്തിരി കളറൊന്നുമില്ല. നോക്കിക്കേ, ഒരു മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ച് നോക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു ശകലം എൻ്റെ ഒരു സ്പെഷ്യൽ മസാല, ഞാനൊരു ചിക്കൻ മസാല വീട്ടിൽ തന്നെ ഉണ്ടാക്കി വെക്കുന്നതാണ് കേട്ടോ. അതൊരു ശകലം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നോക്കിക്കേ, നല്ലൊരു കളറൊക്കില്ലേ. ഒരുപാട് മുളകൊന്നുമില്ല, എരിവ് തീരെ കുറവായിരിക്കും കേട്ടോ. ഞാൻ ഒത്തിരി നേരം ഇത് മൂടി വെച്ചല്ലേ വേവിക്കുന്നത് കേട്ടോ. നമ്മളിങ്ങനെ ഇളക്കി കൊടുത്ത് തന്നെ വേവിച്ചുകൊണ്ടിരിക്കുക. ഇനി നമുക്ക് ഒരു ഇച്ചിരി നാരങ്ങാനീര്, ഒരു സ്പൂൺ നാരങ്ങാനീര് വേണം കേട്ടോ. ഒരു സ്പൂൺ മാത്രം മതി. നാരങ്ങാനീര് ഒഴിച്ചേ, നല്ലൊരു ഫ്ലേവർ കിട്ടും നമുക്ക് കേട്ടോ. ഇനി നമുക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ബർഗർ അങ്ങ് ഇട്ട് കൊടുത്തേക്കാം കേട്ടോ. ഇതാ ബർഗർ ഇട്ട് കൊടുക്കണേ കണ്ട, ഇട്ട് കൊടുത്ത് ഇനി നമുക്കെല്ലാം കൂടെ ഒന്ന് ഇളക്കി മിക്സാക്കാം. അങ്ങനെ നമ്മുടെ ബർഗർ ക്യാപ്സിക്കം റോസ്റ്റ് റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതിൻ്റെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത ഉള്ളി കറിവേപ്പില വറുത്തം കൊണ്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഒനിയൻ ലീഫും കൂടി ഇടാൻ ഞാൻ മറന്നുപോയാണ്. ഇപ്പോൾ ഓടിപ്പോയി അപ്പുറത്തുനിന്ന് ഞാൻ വെട്ടിക്കൊണ്ട് വന്നതാണ്. കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഒനിയൻ ലീഫ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടോട്ട് കഴിക്കാമല്ലേ. നല്ല ബട്ടർ നാനോ പൊറോട്ടയോ എന്തായാലും കുഴപ്പമില്ല. ഇതിൻ്റെ പുറത്ത് നമുക്ക് ലാസ്റ്റ് അണ്ടിപ്പരിപ്പ് വറുത്തിടും. പക്ഷേ എൻ്റെ കയ്യിൽ അണ്ടിപ്പരിപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാനത് ഒഴിവാക്കി. പകരം ഞാൻ ഇച്ചിരി വറുത്ത എള്ളുണ്ട് എൻ്റെ കയ്യിൽ, അത് ഇച്ചിരി ഒരു
ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുക്കാം നമുക്ക് കേട്ടോ. അത്രയേ ഉള്ളൂ. ഓക്കെ, സൂപ്പറല്ലേ? എങ്ങനെയുണ്ട്? അപ്പോൾ എല്ലാവർക്കും കഴിക്കാൻ തോന്നില്ലേ? അപ്പം ആർക്ക് വേണമെങ്കിലും വന്നോളൂ, തരാം കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ.